ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി സന്തോഷ് കുമാർ എം പി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് നൽകിയതെന്നും നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. 2023-24 കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 638.88 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതിൽ 100 കോടി ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ടും കേന്ദ്രം സംസ്ഥാനത്തിന് കുടിശ്ശിക നൽകാനില്ല എന്നാണ് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകിയത് എന്ന് പി സന്തോഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് 2024 നവംബർ 16 സംസ്ഥാനം സമർപ്പിച്ചിട്ടും സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞതെന്നും സന്തോഷ് കുമാർ എം പി വ്യക്തമാക്കി. അവകാശ ലംഘന നോട്ടീസ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കാരണത്താൽ ഇന്ന് കൊടുക്കുകയുണ്ടായി. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനിയൊന്നും പെൻഡിംഗ് ഇല്ല എന്നൊരു ഉത്തരവാണ് അദ്ദേഹം നൽകിയിരുന്നത്. വളരെ ഒരു ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ്. ഇപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു, നവംബർ മാസം കൊടുത്തു, ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ കോപ്പി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ആരോഗ്യ മേഖല പോലെ ഇത്ര സെൻസിറ്റീവായ ഒന്നിനകത്ത് വളരെ സാങ്കേതികമായ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഫണ്ട് നിഷേധിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഭാവി.